കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുൻപ് പ്രോമിസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വേദിയിൽ വെച്ചിട്ട് അങ്ങ് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രോമിസ് ട്രൂ. അതെ, ഈ ഒരു ഓണ ദിവസം ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ചിലപ്പോൾ ഇതായിരിക്കും. കറക്റ്റ് ആണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു നോബി ചേട്ടാ, അഖിൽ, ശ്വേത ചേച്ചി. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ശാരികയ്ക്ക് വേണ്ടി ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന്റെ ആ ദിവസം ഒരു വീട് നമ്മൾ നൽകും എന്നുള്ളത്. ഇനി ശാരിക ആരാന്നുള്ളതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും നമുക്ക് അഭിമാനത്തോടെ പറയാം, ശാരിക ഞങ്ങളുടെ സ്വന്തം കണ്ടസ്റ്റന്റ് ആണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്കിറ്റ് കളിക്കാൻ വന്നു. ഒരു വിഷമമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് അതൊരു വലിയ കഥയായി. എനിക്ക് തോന്നുന്നു അത് ടെലികാസ്റ്റ് പോയ അന്നേ ദിവസം തന്നെ ഒരുപാട് ആൾക്കാർ അത് കണ്ടു. പ്രേക്ഷകർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഞങ്ങളിലൂടെയും ഒക്കെ വിളിച്ച് സഹായത്തിനൊക്കെ റെഡിയായി. അങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ കേരളം മൊത്തം അല്ലെങ്കിൽ അറിയാവുന്ന മലയാളികൾ എല്ലാവരും കൂടെ ഒരു കൈത്താങ് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ശാരികനെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാലു പേയാട്, ഷാലു ചേട്ടൻ വന്നു. ഷാലു ചേട്ടൻ പറഞ്ഞു ഷാലു ചേട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു വീട് നമുക്ക് പണിത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, അതെ എങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. അത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാത്രമല്ല, അമൃത TV ഉണ്ട്, മലയാളികളുണ്ട്, ഇവിടുത്തെ ഓരോ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ശാരികയ്ക്ക് വീട് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ച് നമുക്ക് എല്ലാവർക്കും അതിലേറെ സന്തോഷമുണ്ട്. എന്നാലും ഞാൻ നോബി ചേട്ടനെയും അഖിലിനെയും ശ്വേത ചേച്ചിനെയും ഒപ്പം ഷാജൻ ചേട്ടനെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാറ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ശാരികയും ശാരികയുടെ ഫാമിലിയാണ്. ഞാൻ അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശാരിക, പ്ലീസ് ജോയിൻ us. അച്ഛനും അമ്മയും മോനെയും കൂട്ടി തന്നെ വരണം. എന്ത് തോന്നുന്നു ശരിക ഈ ഒരു മൊമെന്റിൽ? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയട്ടെ. ഫസ്റ്റ് ഡേ നമ്മൾ ശരികനെ കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മുഖമായിരുന്നു കണ്ടത്. പക്ഷെ ഇന്ന് ശരികയുടെ സത്യം മുഖം കാണുമ്പോഴും ഫാമിലിയെ കാണുമ്പോഴും ഉണ്ടല്ലോ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാണ്. ഞങ്ങൾക്കൊന്ന് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴേ, ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴേ, ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ശാരിക നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റ് നിന്ന് ക്ഷയിക്കാൻ കൊടുത്തു. കാര്യം ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കണ്ടിട്ട് ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയത്തില്ല. അതായത് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ കാണുക, ഇതൊരു ഏറ്റവും വലിയൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയത്തില്ല മനസ്സുകൊണ്ട്. അങ്ങനെ കൊടുത്ത ഒരാളായിരുന്നു ശാരിക. ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ ഞാനത് പറയുകയും ചെയ്തോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ശാരിക, ഒരുപാട് സന്തോഷം. സോറി സംസാരിച്ചു. ശാരികയ്ക്ക് പണിത് തീർത്തിരിക്കുന്ന ആ വീട് കാണാനും ശാരിക വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? എന്ത് തോന്നുന്നു ഈ നിമിഷത്തില്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തോന്നറിയാവോ? കോമഡി മാസ്റ്റേഴ്സിൽ വന്നത്. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ വന്നതിന് ശേഷമല്ലേ എനിക്ക് വീടാവുന്നത്. പിന്നെ ഇപ്പൊ നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, ട്രെയിനിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നോട് പറയാം, ഇയാളാ കോമഡിയിലുള്ള കൊച്ചല്ലി ഷാരിയല്ലി? ഞാൻ പറഞ്ഞാ ആന്ന്. വാ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ തിരിച്ചു വിട്ടത്. ഭയങ്കര സന്തോഷം ചേച്ചി, എനിക്കിപ്പോ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും അത് ശരിക്കുള്ള വീടാണെങ്കിലും ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തരുന്നതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് നമ്മുടെ വീട് നമ്മളെന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും ആ വീട് കാണണ്ടേ? അതിന്റെ താക്കോല് വേണ്ടേ? വേണം. എങ്കിൽ ശ്വേത ചേച്ചി, നമുക്ക് ഷാലു പേരിനെ വിളിച്ചാലോ? ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാലു ചേട്ടാ, പ്ലീസ് ജോയിൻ us. എന്താണ് പറയാനുള്ളത്? ഒരു നല്ല വീട് വെച്ചു കൊടുക്കാൻ പറ്റി. അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ ഒരു 2 bedroom. അതെ, 2 bedroom. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ മാർബിളൊക്കെ ഇട്ട്
അത്യാവശ്യം ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ചെയ്ത് കൊടുക്കാൻ ഈ പറ്റി. എന്താ നമ്മള് മുംബൈക്കേഴ്സിനോട് 2 ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു കൊട്ടാരം. അതെ. അതെ അതെ അതെ, അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തേക്കണേ. എങ്കിൽ പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് അതെ, കാണാം. ആ കാണാൻ വീഡിയോ വേണ്ടി ഞങ്ങൾക്ക് കൊതിയാവുന്നു, കാണണം എന്നുണ്ട്. നമുക്കൊന്ന് കാണാം. മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും, പക്ഷെ എനിക്ക് മഴയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ശാരിക, ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് അകത്താണ്. വീടിന് കറണ്ടില്ല, കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ. ഒരു റൂം അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക. അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ. ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്. എൻ്റെ അച്ഛനമ്മയും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടായത്. എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണി എടുത്തിട്ടായിരുന്നു ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, അച്ഛനിപ്പോൾ അറ്റാക്ക് വന്നതിന് ശേഷം അച്ഛൻ ആരോഗ്യപരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ്. ശാരികയുടെ വീട് കണ്ട് മനസ്സിലാക്കിയല്ലോ, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഭവനം നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ രാവിലെ പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേയില കമ്പനിയിൽ ഞാൻ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തട്ടുകടയിലും ജോലിക്ക് പോകുന്നുണ്ട്. ഈ ഒരു വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുടിനാൾ തൊട്ട് കാണുന്ന ഒരു കൊച്ച ശാരിക, ഞാൻ വന്ന നാൾ തൊട്ട് എനിക്കറിയാം. അപ്പോഴവൾ ടി വിയിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണെന്നൊന്നും അറിയത്തില്ല, സന്തോഷമായി. അവളിനി വിവരങ്ങളിലെത്തട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാരിക. പല പല ജോലിക്കും ഒക്കെ പോയിട്ടുണ്ട്, ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും പറയും ജോലിയൊന്നും ആയില്ല ചേച്ചി, കൊച്ചുങ്ങളെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിനൊക്കെ അമൃത ടി വിയിൽ ഇങ്ങനെ കയറിയതും എല്ലാം പറഞ്ഞത്. പ്രായമില്ലാത്ത പ്രായത്തിൽ ശാരി ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. അവൾക്ക് ഇപ്പോൾ ഒരു ദൈവം സഹായിച്ച ഒരു കാര്യം കിട്ടി, ചാനലിൽ വരാനുള്ള ഇതായി. അവളില്ലെങ്കിൽ ഞങ്ങൾ ആക്കെ കൊണ്ട് തകർന്നായിരുന്നു. അവളൊരു കഥ എത്തിയെങ്കിലേ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അത്ര എനിക്കിത് പറയാനുള്ളൂ. ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സ്വത്ത്. പണ്ടെൻ്റെ അമ്മ പറയുമായിരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ദൈവം വരുമെന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് അയക്കുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദൈവം വന്നത് ഒരു ഷോയുടെ രൂപത്തിലാണ്, കോമഡി മാസ്റ്റേഴ്സ്. എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇപ്പം എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എനിക്കും കുഞ്ഞിനും ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി. പണ്ട് കളിയാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത്. ഇപ്പം ചേർത്ത് നിർത്തുക എന്നെ എല്ലാവരും. കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ജീവിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ല പോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശരിക്കും ഈ വീട് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ അമൃത ടി വിയുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രേക്ഷകരും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറേ വിദേശത്തുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. അതായത് ജനറലായിട്ട് വാങ്ങി തന്നവരുണ്ട്, സിമൻ്റായിട്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ശമ്പളമല്ല ചോദിക്കണത്, ചേട്ടാ ഒരു 10 പാക്കറ്റ് സിമൻറ്റ്, 2 ലോഡ് മണൽ, ഇപ്പം അങ്ങനെയൊക്കെ ആയി. അപ്പം അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇത് എത്തിപ്പെട്ടത്. ഓരോ ദിവസവും രാവിലെ ശാരിക വിളിച്ച് ചോദിക്കും, ചേട്ടാ ഇന്ന് പണി വെക്കൂ, ഇന്ന് പണിയുണ്ടാ. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് 10-30 ദിവസമല്ലേ ആയുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ വാക്ക് പറഞ്ഞ പാലിച്ചു എന്നുള്ളത് ഇത്രയും കിഡിലോ ആക്കി ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കിഡിലോ ഷാലുവിനെ പറ്റി പറഞ്ഞാൽ, ഷാലു
10 പണിക്കാരെ ഒപ്പിക്കും, അല്ലെങ്കിൽ 15 പണിക്കാരെ ഒപ്പിക്കും. ആ വീടിൻ്റെ പണി നടത്തും. അവർ അതിന് പൈസ മേടിക്കില്ല. ശാലു കുറേ പൈസ വേറെ സെപ്പറേറ്റ് ആയിട്ട് മുടക്കും, അവന്റെ കയ്യിൽ നിന്ന് മുടക്കും. ഭയങ്കര 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 സൂപ്പർ ആയിരുന്നു. എത്ര വീടാന്നറിയാമോ വെച്ചു കൊടുത്തത്? ഭയങ്കര പോരാളിയാ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച് ധർമ്മൻ ചേട്ടാ. ശാലു ചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വരുന്നു, ഇതുപോലെ വീടിന്റെ ഒരു ഐഡിയ പറയുന്നു, നമ്മളും ഓക്കെ പറയുന്നു. ഇത്ര പെട്ടെന്ന് ആ വീട് പൂർത്തിയായി കീ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് എവിടെയാ കീ. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, എന്റെ കൂടെ പണി ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വിഷ്വൽ എന്റെ ഇതിലെങ്കിലും കാണിക്കുമായിരിക്കും. ഈ പ്രായമുള്ള ആൾക്കാരാണ്, അല്ല ചെറുപ്പക്കാരല്ല എന്റെ കൂടെ പണി ചെയ്തത്. ഇവർക്കറിയാം. അതായത് 75-80 വയസ്സുള്ള ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും, മക്കളെ ഇന്ന് എവിടെ പണി. അതായത് എല്ലാം ഇതുപോലെ ഈ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ. പക്ഷെ അവരാണ് ഈ വീട് ഇത്രയും പെട്ടെന്ന്, അതായത് രാവിലെ 6 മണിക്ക് ഇറങ്ങും, രാത്രി 7 മണി വരെയാണ് പണിയണത്. എന്നിട്ട് രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വെള്ളം കോരി ഒഴിക്കാനും അത്ര ആത്മാർത്ഥമായിട്ടാണ്. അവർക്ക് നല്ലൊരു കൈയ്യടി നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം. ശാലു ചേട്ടാ, അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആണ്. എവിടെയാ വീടിന്റെ കീ? ചേച്ചി, ശരിക്കും നമ്മള് ശാരികല്ല ഈ വീട് കൊടുക്കേണ്ടത്, ശാരികയുടെ മോനാണ്. ഇത് വീടിന്റെ കീ ആട്ടോ. ഇനി ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഓക്കെ, ചിരിച്ചേ. വീട് റെഡിയായി. ഇനി പുതിയ വീട്ടിലേക്ക് പോകുമ്പോ കുറെ സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഹോം അപ്ലയൻസസ് ഒക്കെ വേണ്ടേ? വേണ്ടേ? അതും ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശാരികയ്ക്കും കുടുംബത്തിനും പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമൃത TV നൽകുന്ന 1 ലക്ഷം രൂപയുടെ ഹോം അപ്ലയൻസ്. ഈ ഓണം വെറുതെ അല്ല, നല്ല പൊളി ഓണം ആയിരിക്കും കേട്ടോ. ഇത്രയും നാള് എന്തൊക്കെയാണോ വേണം അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടത്, അതൊക്കെ ഇനി ആ വീട്ടിലുണ്ടാവും. ഇപ്പൊ എന്തായാലും ഹാപ്പി ആയില്ലേ? അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അമ്മയെടുത്തോ അച്ഛനോടും ചോദിക്കട്ടെ. കഴിഞ്ഞ് അമ്മ അച്ഛാ ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് ആണല്ലോ?